ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വൈശാഖ മാസത്തിലെ കറുത്ത പക്ഷ പഞ്ചമിയാണ്. ബുധനാഴ്ചയോടുകൂടി ചേർന്ന് വന്നിരിക്കുന്ന പഞ്ചമി കറുത്ത പക്ഷത്തിലെ ആണെങ്കിലും വെളുത്ത പക്ഷ പഞ്ചമിയാണെങ്കിലും വളരെയധികം പവർഫുള്ളാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ധനവരവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ലളിതമായിട്ടുള്ള താന്ത്രികത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പഞ്ചമി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ, അതായത് മെയ് 6 ബുധനാഴ്ച രാവിലെ 7:51 അവസാനിക്കുന്നത് നാളെ രാവിലെ 10:51. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് പഞ്ചമി തിഥിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം നിങ്ങൾ ഇന്ന് രാത്രി 12 മണിക്ക് മുൻപായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം വാരാഹി അമ്മ എന്ന് പറയുന്നത് രാത്രി ദേവതയാണ്. അമ്മയെ നമ്മൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നത്. ചിലപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ലേറ്റായി പോയി, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പൂജ ചെയ്യാൻ സാധിച്ചില്ല, ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളവർക്ക് നാളെ വ്യാഴാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ ഒരു 10 മണിക്കുള്ളിലായിട്ട് ചെയ്താലും മതിയാവും. അതായത് പഞ്ചമി തിഥി നാളെ 10:51 വരെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയം തീരുന്നതിന് മുൻപായിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്നാൽ പോലും ഇന്ന് രാത്രി 7 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് ചെയ്യുമ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുന്നതാണ്. ഇനി ഇതാർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ്, പുല, വാലായ്മ ഇതൊന്നുമില്ലാത്ത ഏതൊരു വ്യക്തിക്കും ഞാൻ ഈ പറയുന്ന താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇത് താന്ത്രികം പ്ലസ് ഒരു മന്ത്രജപം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പീരിയഡ്സ്, പുല, വാലായ്മ ഇവയുള്ളവരൊന്നും ഇത് ചെയ്യരുതെന്നും, അതേപോലെ തന്നെ നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട് ഇതാരും ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ഇന്ന് നോൺ വെജ് കഴിച്ചു പോയി രാവിലെ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നോൺ വെജ് കഴിച്ചു പോയിട്ടുള്ളവർക്ക് നാളെ രാവിലെ 3:30 മുതൽ രാവിലെ ഒരു 10:51 ഉള്ളിലായിട്ടും ചെയ്താലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാവർക്കും, ആർക്കാണിത് ചെയ്യാൻ പറ്റുന്നത്, ആരാണിത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ദീപം കൊളുത്തണമെന്നോ വാരാഹി അമ്മയുടെ ഫോട്ടോ വേണം, വിഗ്രഹം വേണം, അങ്ങനെയൊന്നുമില്ല. സാധാരണയായിട്ടിപ്പം നമ്മൾ വിളക്കൊക്കെ കൊളുത്തി ഇന്ന് പഞ്ചമി പൂജകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ പൂജകളൊക്കെ ചെയ്തതിന് ശേഷം സ്വസ്ഥമായിട്ട് ഇരുന്ന് അമ്മയ്ക്ക് മുൻപിലിരുന്ന് ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു സമയത്തും ചെയ്യാം. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് വേണം ഇത് ചെയ്യാൻ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 ഗ്രാമ്പുവാണ്. നല്ല പൂവോട് കൂടിയിട്ടുള്ള 2 ഗ്രാമ്പൂ എടുക്കണം. അതിനുശേഷം കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് നമ്മുടെ വായ്ക്കുള്ളിൽ വലതുഭാഗത്ത്, നമ്മുടെ വായിലെ മോണയ്ക്കുള്ളിൽ 2 പല്ലുകളുണ്ടല്ലോ, അപ്പോൾ ആ 2 മുകളിലും താഴെയുമായിട്ട് ആ 2 പല്ലുകൾക്കിടയിലായിട്ട് ഈ ഗ്രാമ്പൂ നമ്മൾ കടിച്ചു പിടിക്കണം. ചവയ്ക്കരുത്, ചവച്ച് പൊട്ടിക്കരുത്, അതിൻ്റെ നീര് വായിൽ വീഴരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പല്ലുവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ പല്ലിനിടയിൽ വേദന മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഗ്രാമ്പൂ വെക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇടത്തെ മോണയല്ല, വലത്തെ മോണയ്ക്കുള്ളിൽ ആ 2 ഭാഗത്തായിട്ട് ആ 2 പല്ലുകൾക്കിടയിലായിട്ട് വേണം നമ്മൾ ഈ 2 ഗ്രാമ്പൂ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഗ്രാമ്പൂ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക, എമൗണ്ട് എത്രയാണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിൽ ചിന്തിച്ചിട്ട് വരാഹി അമ്മയോട് മനസ്സിൽ പ്രാർത്ഥിക്കണം. എനിക്ക് ഇത്രയും പൈസയുടെ ആവശ്യമുണ്ട്, ഇതാണ് എൻ്റെ ആവശ്യം, ദയവ് ചെയ്ത് എനിക്ക് 1 കോടി വേണം, 50 കോടി വേണം, 50 ലക്ഷം വേണം, അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പം കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് കിട്ടണം. ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് നമുക്ക് കിട്ടണം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു എമൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് വേണം. അല്ലാതെ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എനിക്കൊരു 1 കോടി കിട്ടുമോ, 50 കോടി കിട്ടുമോ, അല്ലെങ്കിൽ 50 ലക്ഷം കിട്ടുമോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് നമുക്ക് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എമൗണ്ട് എത്രയാണോ, നിങ്ങൾക്ക് വേണ്ട പണം എത്രയാണോ, നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള അർജൻറ്റായിട്ടുള്ള കാര്യത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയോട് മനസ്സിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം
നിങ്ങൾ 27 പ്രാവശ്യം ചൊല്ലുക. മന്ത്രം ഇതാണ്, ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. ഓം ഐം ഹ്രീം ശ്രീം ക്ലീം വാരാഹ്യൈ നമ ധനം ആകർഷയ ആകർഷയ സ്വാഹ. ഓം ഐം ഹ്രീം ശ്രീം ക്ലീം വാരാഹ്യൈ നമ ധനം ആകർഷയ ആകർഷയ സ്വാഹ. ഓം ഐം ഹ്രീം ശ്രീം ക്ലീം വാരാഹ്യൈ നമ ധനം ആകർഷയ ആകർഷയ സ്വാഹ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം. ഐം ഹ്രീം ശ്രീം ക്ലീം ഇതൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങളാണ്. മഹാലക്ഷ്മി ദേവിയുടെയും അതേപോലെ ഭുവനേശ്വരിയുടെയും ഭഗവാന്റെയും ഒക്കെ മന്ത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. വളരെ സ്പീഡിലൊന്നും ചൊല്ലരുത്. ഓരോ മന്ത്രവും വളരെ പതുക്കെ പതുക്കെ ചൊല്ലാം. കയ്യിൽ നിങ്ങൾക്ക് 27 പ്രാവശ്യം കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ജപമാലയിൽ കൗണ്ട് ചെയ്യാം. അങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ എന്താണോ കൗണ്ടിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണോ അതുകൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്ത് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. ചൊല്ലിയതിന് ശേഷം ഇപ്പോൾ 27 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്താണോ ധന ആഗമനം എന്നുള്ളത് ദേവിയോട് പ്രാർത്ഥിച്ചത് അത് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം വേണം നമ്മൾ വായിൽ നിന്നും ആ ഒരു ഗ്രാമ്പു 2 എണ്ണം എടുത്ത് നമ്മുടെ വീട്ടിൽ ഡസ്റ്റ്ബിന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ കൊണ്ടുപോയി കളയാവുന്നതാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം. ഇന്ന് രാത്രി 12 മണിക്ക് ഉള്ളിൽ ഏതൊരു സമയത്ത്, ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട്, ഇപ്പോൾ നോൺ വെജ് ഒന്നും നിങ്ങൾ കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മൾക്കിത് ചൊല്ലി ചെയ്തിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. കാരണം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മാനിഫെസ്റ്റേഷൻ പ്ലസ് റിച്വൽ പ്ലസ് മന്ത്രജപം എന്ന് പറയുമ്പം അതിന് വളരെ വലിയൊരു പവറുണ്ട്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ ഒരു കാര്യം ഇന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ പഞ്ചമി തിഥി വരുമ്പം തേങ്ങാദീപം കൊളുത്തുന്നവർ, വാരാഹി അമ്മയ്ക്ക് പഞ്ചദീപം കൊളുത്തുന്നവരൊക്കെ ഉണ്ടാവും. അതൊക്കെയും നിങ്ങൾ ഇന്ന് സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അമ്മയ്ക്ക് പാനകം സമർപ്പിക്കാം. മാതളനാരങ്ങയിൽ തേൻ ഒഴിച്ച് വെക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, അതേപോലെ തന്നെ കടല ഇവയൊക്കെ പുഴുങ്ങിയും പുഴുങ്ങാതെയും പച്ചയ്ക്കും ദേവിക്ക് മുൻപിൽ വെക്കാവുന്നതാണ്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ അതും നമുക്ക് വാങ്ങിച്ച് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലെ ആ ഒരു ഭക്തിയോടുകൂടി മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വാരാഹിയമ്മയെ പൂജിക്കരുത്. അത് നമുക്ക് തിരിച്ചടികൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ ഐശ്വര്യം, നമ്മുടെ ഉയർച്ച, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ, കുടുംബത്തിൻ്റെ, ഭർത്താവിൻ്റെ ഇതൊക്കെ മാത്രമേ നമ്മളെപ്പോഴും അമ്മയ്ക്ക് മുൻപിൽ വെക്കാവൂ. പിന്നെ ശത്രുക്കളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണമെന്ന് നമുക്ക് ദേവിയോട് പറയാം. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ദോഷങ്ങൾ, അതായത് അവർ നമുക്കായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ ദോഷങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കരുതെന്നും അറിയാത്ത ശത്രുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കണമെന്നും അതേപോലെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്താൽ അതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കാം. എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു ശത്രു ഉണ്ട്, ആ ശത്രു നശിച്ചു പോകണം, അവന് ദോഷം വരണം, ഈ രീതിയിലുള്ള പ്രാർത്ഥനകളൊന്നും ഒരിക്കലും നമ്മളാരും വാരാഹി ദേവിക്ക് മുൻപിൽ വെക്കരുത്. അത് നമുക്കൊരിക്കലും നല്ലതാവില്ല. അപ്പോൾ ഇതാണ് നിങ്ങളിന്ന് ചെയ്യേണ്ടുന്ന കാര്യം. എല്ലാവരും ഇത് ചെയ്യൂ. തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള ഉയർച്ച നിങ്ങൾക്കുണ്ടാവുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.